ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ്. വളരെ പെട്ടെന്ന് ഞങ്ങൾ ഓർത്തു ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞങ്ങളിപ്പോൾ നമ്മളെ ദീപുവിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടുന്ന് ഞങ്ങൾ സ്ട്രീറ്റ് പൊട്ടാറ്റയും ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ദീപുവിൻ്റെ വീട് കാണാൻ കുറേ കാര്യങ്ങളുള്ളൊരു വീടാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ നോക്കും. അപ്പോൾ ദീപ് പുറകിലോട്ട് നോക്കൂ ഗൈസ്. ഇത് മ്യൂറൽ പെയിൻറ്റിങ് അല്ലേ? ഇത് ദീപു ചെയ്തല്ലേ? നമ്മളെ ദീപു ചെയ്താണ് ഗൈസ്. ഇവിടെ എങ്ങനെ ദീപു ചെയ്ത് കുറേ ദീപു അച്ഛ ഈ ഇരിക്കുന്ന കസേര ചെയ്തതാണ്. നമ്മൾ ഇരിക്കുന്നത് ഇപ്പൊ അച്ഛ ഉണ്ടാക്കിയ കസേരയിലാണ് ഗൈസ്. എല്ലാം അവിടെ കാണിച്ചെടുത്ത് ഇതെല്ലാം അവരുണ്ടാക്കുന്നതാണ്. മടല് എല്ലാവർക്കും കിട്ടിയതുണ്ട്. എല്ലാം ബോബിയുടെ ആയിരുന്നു കേട്ടോ. ബോബി എടുത്ത് എല്ലാം മുന്നിൽ വെച്ചിട്ടുണ്ട്. എനിക്കത് മാത്രമേ ഉള്ളൂ. പോയി കുറച്ച് പ്രായമുണ്ട്, കുറച്ച് പ്രായമുണ്ട്. വീഡിയോ കണ്ടപ്പോഴേ ഞാൻ തിന്നാലേ. പറഞ്ഞു കൊടുക്ക ദീപു. എന്താ ഗണപതി ചോറിൽ നിന്ന്. ഇത് ഏതിലുള്ളടാ? എന്തായാലും ഗണപതി ചോറുന്നതാണ്. ലൈറ്റിൽ നല്ല രസമുണ്ടല്ലേ. എത്ര ദിവസം എടുത്തടാ? ഒരു കൊല്ലോ? കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കൂലേ? ചിക്കൻ കറി എന്താ അമ്മ ഇന്ന് സ്പെഷ്യലി? ഓ തേങ്ങ ചിക്കൻ കുത്ത് എന്താ അങ്ങനെ എന്തോ സാധനല്ലേ? ആ ഇവിടെ എല്ലാം അടുപ്പത്താണ്. അതൊന്നും അറിയില്ലല്ലേ? അതല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കൊറേ അന്ന് വന്നിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് കൊറേ തിന്ന കഥ പറഞ്ഞില്ല. ആ ഒന്ന് കൂട്ടു. ഒക്കെ ദീപുവിന്റെ കലാവിരുതുകൾ. എന്താ നോക്കിക്കുന്നത്? ഇത് ഒരു കള്ളക്കടത്ത്. അവിടുത്തെ കല്ലും മണലും മൊത്തം. മണലും ഉണ്ട്. ഇതാ മണല് വരെ ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ നിന്ന് വന്നേക്കാ ശങ്കിന്റെ ഒക്കെ. ഞാൻ തന്നെ ഫസ്റ്റ് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു. കാരണം ഞങ്ങളെ നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടി ആ സൈഡിലൊക്കെ സെറ്റ് ആയത് അനങ്ങിയതായിരിക്കും. ഷെൽഫ് എന്താ അതിന്റെ പേര്? ഫാമിലി മൊത്തത്തിൽ. അമ്മ കുറച്ച് വരയ്ക്കും, അച്ഛ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അച്ഛൻ ആർട്ടിസ്റ്റാ. മൂന്നുപേരും വരയ്ക്കൂലേ? എല്ലാരും വരയ്ക്കൂടും. ഞങ്ങളും അങ്ങനെ തന്നെയാ. മക്കള് അതന്നെ, മക്കള് മാത്രം. അച്ഛയും അമ്മയും. ഓ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് അച്ഛൻ. ഞാനല്ല, ഇത് ഞാനല്ല. അടിപൊളി. ഇതെന്തായിരുന്നു അതിന്റെ പേര്? ഇത് മറ്റേ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ അല്ലേ? ഇതെന്താ പറയാ ദീപു? ആർട്ടിസ്റ്റ് എന്താ? ആ മറ്റേ ജല്ലിക്കെട്ടിന്റെ ഒക്കെ അതന്നെ അല്ലേ? കാളപ്പൂർ അതല്ലേ? കാളവരവ്. ഇത് അച്ഛനുണ്ടാക്കിയ? ഇത് അച്ഛൻ്റെ. ഈ ഫർണിച്ചർ
ഫോട്ടോ കണ്ടോ? ഏത് പൂത്തേ? അത് പൂത്തിരുന്നോ? ആ അത് മഞ്ഞ. ഓ അതൊന്ന് കാണിച്ചാണ്ടാ. ചെടികളുണ്ട് ഗൈസ്. ഞാൻ ഇവിടുന്ന് കാക്ടസ് ഒക്കെ പൊക്കിക്കൊണ്ടുവന്നു. അത് കാക്ടസ് അവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇതാ ഇതിന്റെ ബാക്കിയാണ് നമ്മളെ വീട്ടിലിരിക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് എനിക്കൊന്നും പൈ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ദീപുവിന്റെ കാണാം. ഓക്കെ, ഞങ്ങൾ അത് ഇങ്ങോട്ട് എന്നിട്ട് എനിക്ക് കൈ തരും. ഇതാണ് ദീപുവിന്റെ സ്വത്ത്. ദീപുന്റെ ആദ്യം കാണുന്ന സാധനം തന്നെ സൈക്കിൾ സ്റ്റാൻഡാണ് ഗൈസ്. ദീപ നമുക്ക് പോണ്ടടാ. കാലത്ത് സ്വപ്നാണ്. ഇപ്പൊ എന്നെ കൂട്ടാതെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡൽഹി പോയില്ലേ? ഇവര് എന്നോട് സൈക്കിളില് ഓ ഇത് ഇത്രയും കൂത്തോ? ഇതാണ് മൊത്തം അലങ്കുലായി കിടക്കാണ്. പക്ഷെ ഇത് തെറ്റാ. ഇത് വീഡിയോ ദിവസട്ടെ ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പണിയേ കഴിഞ്ഞിട്ടുള്ളൂ റൂമിന്റെ അല്ലേ. ഇത് കുറച്ചിട്ടാലും നോക്കട്ടെ ആ പൂവ് നോക്കട്ടെ ഇതില് കാണിച്ചേ. നിറയെ ഇത്രയും പൂവുണ്ടായിരുന്നു അല്ലേ? ബാക്ക് അടിച്ച് നോക്ക്. ചെടിയിലല്ലേ ആളുകള് അത് പൂത്ത സമയത്ത് ഇതേ ഇല കാണാണ്ട് പൂവായിരുന്നു അത്ര. നല്ല രസമുണ്ടല്ലേ? നമുക്ക് വെക്കണ്ടേ വീടായിട്ട്? ഇഷ്ടായത് കാണാൻ. ഗ്രൂപ്പാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവരിങ്ങനെ കല്യാണം കഴിക്കുമ്പോ ഇതിപ്പോ ഇതൊരു ചെറുക്കനും പെണ്ണാണ്. ഇത് ഇവരെ കല്യാണത്തിന് ഇവരെ കൂട്ടുകാരാണ്. ഇവരതൊക്കെ വരച്ചു ഞാന് 4 വരച്ചു ഇതേപോലെ. അവർക്ക് കുട്ടികളായി. എന്താ അത്? ചെറുക്കം വായിച്ചിട്ടുണ്ടോ? കൊണ്ട് വെച്ചത് ഇതാണ്ടോ ദീപുണി സ്നേഹപൂർവ്വം പാത്തു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇമ്പോസിഷൻ ഉണ്ട്. 100 തവണ ഈ പുസ്തകം എഴുതണല്ലേ? ഈ പുസ്തകം ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ചിക്കൻ കറിയോ? ബാക്കി പറയട്ടെ. ചിക്കൻ കറിയോ തേങ്ങാച്ചോറും കഴിക്കാം. അവിടെ ദീപ് നീ ഉണ്ടാക്കുന്നത് അത് അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മ ഉണ്ടാക്കിയതാണ്. ദീപിന്റെ സ്പെഷ്യൽ വേറെ ഉണ്ട് കേട്ടോ. അല്ലേടാ? ആ പിന്നെ എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ കച്ചറ എന്നാ എനിക്ക് ഒഴിക്കും. എന്താ എന്താ അവിടെ എക്സ്പ്രഷൻ ഒക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. അതിന് കൈയെടുക്കുന്നില്ല. കൈയെടുക്കുന്നില്ല. കഷ്ണം വേണ്ട, രസമുണ്ട് ഇത്. ഓ സെറ്റ് പപ്പടം. ഫിറോന് ഇഷ്ടായോ പപ്പടം ഗായ്സ്? എങ്ങനെയുണ്ട് ചോറും കറിയും? ഫിറോ ചോറും കറി എങ്ങനെയുണ്ട്? ചോറും കറി എങ്ങനെയുണ്ട്? ദീപു എന്റെ ലിവർ അടിച്ചു മാറ്റും. അപ്പൊ ഗൈസ് നമ്മള് ഈ ഒരു വീഡിയോ വൈകിട്ടാണ്. കാരണം നമുക്ക് ഇവിടുന്ന് പോട്ടെ. അപ്പം ഇവരിങ്ങനെ വർക്കൊക്കെ എടുക്കൂട്ടോ. നിങ്ങക്ക് വേണമെന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ? രണ്ട് പ്രൊമോഷൻ ശരിക്കും വേറെ പ്രൊമോഷൻ വന്നാണ്. അപ്പൊ നമുക്ക്
ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ലേ ചേട്ടാ? ഓക്കെ ഒറ്റ കൊമ്പ് കുട്ടിയുടെ വച്ചോണ്ടിരിക്കും കൂടില്ല കൊമ്പ് ഇങ്ങനെ കുട്ടിയാണ്